അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ഇതിൻ്റെ ഒരു രഹസ്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പലർക്കും ഒരുപാട് ഫലം കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണിത്. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അള്ളാഹു എന്ന ദിവ്യനാമം തന്നെ ധാരാളമാണ്. സകല വ്യാധികൾക്കും പരിഹാരവുമാണ്. അള്ളാഹു എന്ന നാമം അതിൻ്റെ അക്ഷരസംഖ്യയോളം പതിവാക്കിയാൽ അത്ഭുതങ്ങളുടെ ലോകം അവനും മുന്നിൽ തുറന്നു കിട്ടും. സർവ്വരോഗ നിവാരണിയാണ്. ഇതിനെ രാപ്പകൽ പതിവാക്കുന്നവർക്ക് അവൻ്റെ ഹയറിനെ മലർക്കെ തുറന്നു തരും. ഷംസുൽ മഹാരിബ് എന്ന ഗ്രന്ഥത്തിൽ ഇതിൻ്റെ ബാഹ്യവും ആന്തരികവുമായ പ്രാധാന്യങ്ങളെ വളരെ വിശാലമായി പരാമർശിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റിയാണ് പറയുന്നത്. എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും 66 പ്രാവശ്യം ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ഓതുകയും 66 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയായ 4356 പ്രാവശ്യം നിങ്ങളിത് പതിവാക്കിയാൽ അത്ഭുതങ്ങളുടെ ഒരു കലവറ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടും. അത് എത്രത്തോളമാണെന്ന് ഞാനിവിടെ പറയുന്നില്ല. നിങ്ങളെല്ലാവരും അത് ചെയ്ത് തന്നെ അറിയണം. എല്ലാ രോഗങ്ങളിൽ നിന്ന് മുക്തമാവാനും അതുപോലെ എന്ത് ആപത്തിൽ നിന്ന് തട്ടി തിരിച്ചു കിട്ടാനും അതുപോലെ രോഗങ്ങൾ കൊണ്ട് ഒരുപാട് പ്രയാസങ്ങളെല്ലാം അനുഭവിക്കുന്ന ആളുകൾക്ക് പരിഹാരമാകാനും നിങ്ങൾക്ക് ഇത് പ്രയോജനമാകും. നിങ്ങൾ എന്ത് തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ആ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനും നിങ്ങൾക്ക് ഈ ഒരൊറ്റ കാര്യം മതി. ദിക്റുമാല കൈകളിൽ കറങ്ങിയിട്ട് മനസ്സ് ലോകമെങ്ങും കറങ്ങിയിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 66 ദിവസങ്ങൾ പൂർണ്ണമാക്കി കഴിഞ്ഞാൽ ഏത് പ്രശ്നങ്ങൾക്കും എന്ത് ദുഃഖങ്ങളാണെങ്കിലും ഇതൊരു 66 പ്രാവശ്യം നിങ്ങൾ ഇനി രോഗമുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ മന്ത്രിച്ച് കൊടുത്താൽ രോഗങ്ങൾക്ക് ശിഫ കിട്ടുകയും ചെയ്യും. വെറുതെ ജ്യോത്സ്യൻ്റെ അടുത്തും മന്ത്രവാദികളെടുത്തും ഒന്നും പോയിട്ടും ഒന്നും യാതൊരു കാര്യവുമില്ല. അവർക്ക് വേണ്ടത് പണവും മാനവും മാത്രമാണ്. അതുകൊണ്ട് റബ്ബിലേക്ക് വിശ്വാസം ഉണർത്തി നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക. മഹാന്മാരായ ഔലിയാക്കന്മാരെല്ലാം തന്നെ അള്ളാഹു എത്ര ദിക്ർ ശ്വാസത്തിൽ കലർത്തി രക്തത്തിൽ ലയിച്ചവരാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, വേണ്ട എങ്കിൽ അത് കൊമ്പത്തുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ റബ്ബിനോടടുത്ത് ഓരോന്നും അതിൻ്റെതായ തഖ്വയോട് കൂടി ദിക്റാവട്ടെ, ആയത്തുകളാവട്ടെ, അതിനൊക്കെ അതിൻ്റെതായ ശക്തികളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് ചെയ്ത് ഫലം കണ്ടറിയുക. ഇൻഷാ അല്ലാഹ്.